ഇന്നാണ് കാത്തിരുന്ന സ്വപ്ന ഫൈനൽ. എന്തായാലും ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. മൂന്നാം സ്ഥാനക്കാർക്കായുള്ള ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് തകർത്തത്. ബുക്കായോ സാക്കയുടെ ഹാട്രിക് മികവിലാണ് ഇംഗ്ലണ്ടിൻ്റെ തകർപ്പൻ ജയം. 1966 ലോക കിരീടം നേടിയ ശേഷം ഇംഗ്ലണ്ട് ലോകകപ്പ് ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും മികച്ച വിജയമാണിത്. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകൾ നേടിയെങ്കിലും ഫ്രാൻസിന് അതൊന്നും തുണയായില്ല. എന്നാൽ ഈ സീസണിലെയും എക്കാലത്തെയും ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ ഒന്നാമതെത്തി. ഈ സീസണിൽ 10 ഗോളും ആകെ 22 ഗോളുകളുമാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം. ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. അർജന്റീന സ്പെയിൻ പോരാട്ടം ഇന്ന് അർദ്ധരാത്രിയിൽ നടക്കും. ആവേശകരമായ ഒരു അന്ത്യമാണ് ഈ ലോകകപ്പിലൂടെ ഉണ്ടാകുന്നത്. ഇന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ. ഏറ്റവും കൂടുതലും ആരാധകരുള്ള അർജന്റീന സ്പെയിനെ നേരിടുമ്പോൾ കാത്തിരിപ്പ് ഏത് തരത്തിലാകും എന്ന് നമുക്ക് നോക്കാൻ കഴിയും. കായിക നിരീക്ഷകൻ ശ്രീകുമാരൻ നായർ നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടാ, സ്വാഗതം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീന ഇന്ന് സ്പെയിനെ നേരിടുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ലൂസേഴ്സ് ഫൈനലിൽ കൂടി നോക്കിയതിന് ശേഷം പോവാം. ഇന്നലെ എന്തായിരുന്നു നടന്നത്? ഒരു ഗോൾ മഴയായിരുന്നു. ഇന്നലെ കളി കണ്ടവർക്ക് ഒരു പക്ഷേ മറക്കാൻ കഴിയില്ല. ഇതിൽ സ്വാഭാവികമായും ഞാൻ കളി കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർ തമ്മിലുള്ള ഒരു പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം. പക്ഷേ എംബാപ്പെ എന്ന് പറയുന്ന ആ ഇതിഹാസ താരത്തിന് എന്തോ നേടാനുണ്ട്. അതായത് ഗോൾഡൻ ബൂട്ട് ഉൾപ്പെടെയുള്ള താരത്തിന് ഒരു സാധ്യത കണ്ടുകൊണ്ടുള്ള ഒരു കളിയായിരുന്നു. ആർക്കും ഒരു ഭയപ്പാടില്ല. അതുതന്നെയല്ലേ, അതായത് നഷ്ടപ്പെടാനില്ലാത്തവരുടെ ഒരു മത്സരമായി തന്നെയാണോ കാണേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗോൾ മഴ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും? ഇന്നലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ, അതായത് മിയാമി ഫ്ലോറിഡയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്നത് ശരിക്കും ഗോൾ മഴയേക്കാൾ കൂടുതൽ രണ്ട് ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ്. ഒന്നാം പകുതി തീർത്തും ഫ്രാൻസിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നലെ ഇംഗ്ലണ്ടിൻ്റെ കോച്ച് അവരുടെ സ്ഥിരം കളിക്കാരനായ ഹാരി കെയ്ന്, ജൂഡ് ബെല്ലിംഗ്ഹാം, ആൻഡേഴ്സനെ പോലുള്ളവരെയൊക്കെ കരക്കിരുത്തി ഒരു രണ്ടാം നിര ടീം പിന്നെ ഇറക്കി, അല്ലെങ്കിൽ ഇതുവരെ ബെഞ്ചിലിരുന്ന ഒരു ടീമിനെ പരീക്ഷിക്കാൻ ഇറക്കുന്നു. അതിൽ ബുക്കായോ സാക്ക എന്ന അതിവിദഗ്ധനായ ഒരു കളിക്കാരൻ ഉണ്ട്. അദ്ദേഹം സാധാരണ ഈ വേൾഡ് കപ്പിൽ അല്പം പരിക്കിൻ്റെ പിടിയിലൊക്കെ ആയിരുന്നു ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ചില കളികളിലൊക്കെ അദ്ദേഹം പകരക്കാരനായാണ് എത്തിയത്. പക്ഷേ എല്ലാവർക്കും അറിയാം ബുക്കായോ സാക്കയുടെ കഴിവ്. അദ്ദേഹം ലോക ഫുട്ബോളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ആവർത്തനം ഇന്നലെ നമ്മൾ മിയാമിയിൽ കണ്ടു. അതിനുശേഷം കിട്ടിയ ചാൻസ് മുഴുവൻ ഗോളാക്കുന്ന ഒരു ഇംഗ്ലണ്ട് ടീമിനെ, ഒരു ഇംഗ്ലീഷ് പടയാണ് നമ്മൾ ഒന്നാം പകുതിയിൽ കണ്ടത്. അപ്പോൾ നമ്മളെല്ലാം ശരിക്കും നെറ്റിച്ചൊളിച്ചു, ഈ ഫ്രാൻസിന് എന്ത് പറ്റി? ഇതുവരെ ഗംഭീരമായി, അല്ലെങ്കിൽ ആദ്യ റൗണ്ട് മുതൽ വളരെ നന്നായി ഒരുപക്ഷെ ഈ ലോകകപ്പ് വിജയിക്കും എന്നുള്ള പ്രതീക്ഷ നൽകിയ ഫ്രാൻസ് ആകെ തളർന്നു പോകുന്ന ഒരു കാഴ്ച. എംബാപ്പയ്ക്ക് കളിയൊന്നും ശരിയാകുന്നില്ല. തൊട്ടുപുറകെയുള്ള ആർക്കും, ഇപ്പം റാബിയോട്ടനായാലും ഒലീസയ്ക്കായാലും ഒക്കെ പിഴവ് പറ്റുന്നു. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ദശാംശം, നമ്മൾ കളി കണ്ടവർക്കറിയാം. ദശാംശം ഇന്നലെ തലയിൽ കൈവച്ചിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വന്നു. അതിനുശേഷം 4 ഗോളിൻ്റെ ഒരു ഡെഫിസിറ്റോടെ, അതെ, ഡെഫിസിറ്റോടു കൂടിയാണ് ഫ്രാൻസ് ഡഗ്ഔട്ടിലേക്ക് ഹാഫ് ടൈമിൽ പോകുന്നത്. പക്ഷേ ഹാഫ് ടൈമിലെ തന്ത്രം ഒരു 4 മാറ്റം അദ്ദേഹം വരുത്തി പെട്ടെന്ന്, ദശാംശ് എന്ന കോച്ച്. അത് തീർച്ചയായും ഫ്രാൻസിന് ഒരു ഉണർവ് നൽകി. തിരിച്ച് രണ്ടാം പകുതിയിൽ നമ്മൾ കാണുന്നത് പോരാടുന്ന ഒരു ഫ്രാൻസിനെയാണ്. അതിൽ നമ്മൾ ഉടൻ തന്നെ കണ്ടു എംബാപ്പെ സ്കോർ ചെയ്യുന്നു, അതിന് റാഷ്ഫോർഡ് സ്കോർ ചെയ്യുന്നു. അങ്ങനെയുള്ള റാഷ്ഫോർഡ് ഇംഗ്ലണ്ടിൻ്റെ റാഷ്ഫോർഡ് തീർച്ചയായിട്ടും ഇന്നലെ ആദ്യ ലെവലിൽ കളിച്ച ആളാണ്. എംബാപ്പെ സ്കോർ ചെയ്യുന്നു. എംബാപ്പെ കഴിഞ്ഞ ഉടനെ തന്നെ ബാർക്കോള ഇന്നലെ ഉണ്ടായിരുന്നു. ബാർക്കോള രണ്ടാമത് സ്കോർ ചെയ്യുന്ന അടുത്തടുത്ത മിനിറ്റുകളിൽ, 48-ാം മിനിറ്റിൽ എംബാപ്പെ, 54-ാം മിനിറ്റിൽ ബാർക്കോള. പക്ഷേ അതിനുശേഷം എംബാപ്പയുടെ വിദഗ്ധമായ 2 ഗോളുകൾ, അതായത് 48-ാം മിനിറ്റിലും 66-ാം മിനിറ്റിലും. അതാണ് ഈ ലോകകപ്പിൽ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിൻ്റെ നേട്ടം. ഇപ്പോൾ 22 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. ടോട്ടൽ 21 മെസ്സി നേടിയിട്ടുള്ളൂ. മെസ്സിയേക്കാൾ 1 ഗോൾ മുന്നിൽ. ഇനിയും
ഒരു രണ്ട് ലോകകപ്പിനെങ്കിലും അംഗമുള്ള ആളാണ് എംബാപ്പെ. പക്ഷേ ഇനിയിപ്പം 10 ഗോളിനാണ് ഈ വേൾഡ് കപ്പിൽ 10 ഗോൾ എന്നുള്ള രീതിയിലേക്ക് ഗോൾഡൻ ബൂട്ടിലേക്കുള്ള ഒരു തീർച്ചയായിട്ടും അതിലേക്ക് വരാം. 10 ഗോളായി. മെസ്സിക്ക് ഒരു അവസരമുണ്ട് നാളെ, ഇന്ന് രാത്രി. ഇന്ന് മെസ്സിക്ക് അവസരമുണ്ട്. മെസ്സി 2 ഗോൾ നേടിയാൽ 2 പേർ ഷെയർ ചെയ്യും. പക്ഷെ മെസ്സിക്ക് 3 ഗോൾ നേടണം. ഒരു ഹാട്രിക് നേടിയാൽ ഇന്ന് ടോപ്പിലേക്ക് എത്താൻ പറ്റും. ടോട്ടൽ ഗോളും കൂടെ ഇതിൽ ഇതാവില്ല. ഇല്ല, ടോട്ടൽ ഗോൾ ഇല്ല. ഗോൾഡൻ ബൂട്ടിൽ ഇന്നത്തെ, അതായത് ഈ വേൾഡ് കപ്പ് മാത്രം ഉള്ളതാണ്. പക്ഷേ ഇന്നലത്തെ കളി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ഈ ഇപ്പം 6-4 എന്നുള്ള സ്കോറിനപ്പുറത്തേക്ക് ഒരു സ്കോർ പോകുമായിരുന്നു എന്ന് തോന്നി. പല ചാൻസുകളും നഷ്ടപ്പെടുത്തുന്ന ഇരു ടീമുകൾ. തീർച്ചയായിട്ടും. മാത്രമല്ല ഇന്നലെ നമ്മളറിയാം പിക്ഫോർഡിന് പകരം ഹാൻഡേഴ്സനാണ് ഇന്നലെ ഗോൾ കീപ്പറായിട്ട്, ഇംഗ്ലണ്ടിൻ്റെ ഗോൾ കീപ്പറായി എത്തുന്നത്. അദ്ദേഹത്തെ ശരിക്കും പരീക്ഷിച്ചിരുന്ന ഫസ്റ്റ് ഹാഫിൽ 2 അടി അദ്ദേഹം വളരെ ഭംഗിയായി സേവ് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിലും അദ്ദേഹം നന്നായി ഗോളെന്ന് ഉറപ്പിച്ച 2 അവസരങ്ങൾ കൂടി രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ എക്സ്ട്രാ ടൈമിലേക്ക് കളി പോകാമായിരുന്നു, അല്ലെങ്കിൽ പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് കളി നീങ്ങാനും ഉണ്ടായിരുന്ന ഒരു സന്ദർഭം. പക്ഷേ അതിനുശേഷമാണ് ടച്ചൽ, അതായത് ഇംഗ്ലണ്ടിൻ്റെ കോച്ച് അവസാന നിമിഷം 88 മിനിറ്റിലാണെന്ന് തോന്നുന്നു, ലാസ്റ്റ് മിനിറ്റിലാണ്, 97 മിനിറ്റ് കളി കഴിഞ്ഞതിലാണ് 2 ഗോൾ പെട്ടെന്ന്. അത് തന്നെ. അപ്പോഴത്തേക്കും അദ്ദേഹം ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കളിക്കളത്തിലേക്ക് ഇറക്കുന്നു. ബെല്ലിംഗ്ഹാം വന്നതോടുകൂടി കളിയുടെ വീണ്ടും കളി മാറുന്നു. അവസാന വിസിൽ തീരുമ്പോൾ ബെല്ലിംഗ്ഹാം ഗോളടിക്കുന്നു. അവസാന വിസിലിൻ്റെ അകമ്പടി എന്ന് പറയുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ 6ാമത്തെ ഗോളാണ്. 10 ഗോളുകൾ കണ്ട ഒരു മത്സരം. ഒരു ലോകകപ്പിൽ 10 ഗോളുകൾ, മനോഹരമായ 10 ഗോളുകൾ കാണുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഫുട്ബോൾ വിരുന്നായി തന്നെ നമ്മൾ കണക്കാക്കണം. ഇത് 2 മികച്ച ടീമുകൾ തമ്മിലുള്ള കളിയാണ്. 44 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ട് ഫ്രാൻസിനെ പരാജയപ്പെടുത്തുന്ന കാഴ്ച ലോകകപ്പിൽ. അതാണ് ഇന്നലെ നമ്മൾ മിയാമിയിൽ അല്ലെങ്കിൽ ഫ്ലോറിഡ സ്റ്റേഡിയത്തിൽ കണ്ടത്. എന്തായാലും ആർക്കും നഷ്ടമായില്ല. കളി കണ്ടിട്ടുള്ളവർക്ക് ആർക്കും ആ സമയം നഷ്ടമായിട്ടില്ല. 2:30 മുതൽ കളി കാണാനിരുന്നവർക്ക് തീർച്ചയായിട്ടും. പക്ഷേ ഫ്രാൻസിനൊരു നഷ്ടം വെങ്കല മെഡൽ നഷ്ടമാണ്. അതെ, അത് തീർച്ചയായും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിന് അടിയറവ് പറഞ്ഞത് തീർച്ചയായും അവർക്ക് ഒരു നാണക്കേട് തന്നെയാണെന്ന് പറയാം. തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ 3ാം സ്ഥാനക്കാർ ഇംഗ്ലണ്ട് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു, ഫ്രാൻസിന് 4ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. പക്ഷേ ഇന്നലെ ഒരു നല്ലൊരു മത്സരം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും. ഡെക്ലാൻ റൈസിൻ്റെ ആദ്യത്തെ ഗോൾ നമ്മൾ അതോട്ട് തുടങ്ങണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്ലാൻ റൈസിൻ്റെ ആദ്യത്തെ ഗോൾ 3ാം മിനിറ്റിൽ, കളി തുടങ്ങി 3ാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യുന്നു. ഒരുപക്ഷെ ഇംഗ്ലണ്ടിൻ്റെ ഈ ലോകകപ്പിൽ അല്ലെങ്കിൽ എക്കാലത്തെയും ലോകകപ്പിൽ മികച്ച പ്രകടനമായി ഇത് കണക്കാക്കാം. മാത്രമല്ല അവരുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോൾ എന്ന് പറയുന്നതിൻ്റെ 2ാമത്തെ മിനിറ്റ് അതാണ് ഈ ഫ്ലോറിഡയിൽ നമ്മൾ കണ്ടത്. തീർച്ചയായും. നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. രാത്രി 12:30-ക്കാണ് സ്പെയിൻ അർജൻറ്റീന പോരാട്ടം. ഒരു മുൻതൂക്കം അർജൻറ്റീനയ്ക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നെങ്കിൽ പോലും സ്പെയിൻ ഒട്ടും പിന്നിലല്ല എന്ന് തന്നെയാണ്. ഇവരുടെ മുൻകാല ചരിത്രങ്ങൾ അപൂർവമാണ് അല്ലേ. തമ്മിലൊരു സൗഹൃദ മത്സരത്തിനപ്പുറത്തേക്ക് ഒരു മത്സരം കളിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആരുടെ ആവനാഴിയിലാണ് കൂടുതൽ അമ്പുകളുള്ളത് അല്ലെങ്കിൽ വിദഗ്ധമായ അമ്പുകളുള്ളത് എന്ന് നമുക്ക് കണ്ടറിയാം. നമുക്കറിയാം കഴിഞ്ഞ ഈ ലാസ്റ്റ് കളിയിൽ അർജൻറ്റീന കളിയിൽ നോക്കാം, കേപ്പ് വെർദെയിലുള്ള കളിയും ഈജിപ്തിൻ്റെ കളികൾ നോക്കുമ്പോൾ അല്പം വീർത്തിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു, ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മൂമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു 70-ാം മിനിറ്റ് കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന രീതിയിലേക്ക് ഒരു ബി പ്ലാൻ. അതെ, ബി പ്ലാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്ന ഒരു ടീമാണ് അർജൻറ്റീന. പ്രത്യേകിച്ച് മെസ്സിയുടെ പ്രകടനം ഉൾപ്പെടെ വരുമ്പോൾ അതൊരു പക്ഷേ ഒരു മുൻതൂക്കമായി നമുക്കതിനെ കാണാൻ കഴിയുമെങ്കിൽ പോലും സ്പെയിനുമായിട്ടുള്ള മത്സരത്തിൽ ഇത്തരം ഒരു ബി പ്ലാൻ വർക്കൗട്ട് ആകുമോ? ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു ശക്തമായ പോരാട്ടം. ശക്തമായ പോരാട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ലോക ചാമ്പ്യന്മാർ അവർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനായി ഇറങ്ങുന്നു, അല്ലെങ്കിൽ ലോക ചാമ്പ്യൻ പട്ടത്തോടു കൂടി ഇറങ്ങുന്ന അർജൻറ്റീന. നേരത്തെ ഇപ്പോൾ രാജേഷ് പറഞ്ഞതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ടീം ഇപ്പോൾ എന്തായാലും അർജൻറ്റീനയാണ് ഈ ലോകകപ്പ് നമ്മൾ ഇനി കാണാനുള്ളത്. അതോടൊപ്പം തന്നെ സ്പെയിനിനെ നമ്മൾ പറയുമ്പോൾ ഇത്തവണ സ്പെയിൻ അവരുടെ നാട്ടിലെ ചാമ്പ്യന്മാരാണ്, യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. അങ്ങനെ ചാമ്പ്യന്മാരായി വന്ന 2 ഘട്ടമാണ്. ഒന്ന് 2010-ലായിരുന്നു, അന്ന് അവർ കപ്പ് കൊണ്ടുപോയി. ഇതിപ്പോൾ 2026 വീണ്ടും അതേ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അനുകൂല സാഹചര്യം സ്പെയിനിന് ഉണ്ട്. പക്ഷെ കണക്കുകളല്ല, കളിയാണ് പ്രധാനം. എപ്പോഴും മാറ്റി നിർത്താനാവാൻ
കഴിയാത്ത, അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് ഏറ്റവും മുന്തിയ താരം ആരാണെന്ന് ചോദിച്ചാൽ ഈ 39-ാം വയസ്സിലും താനാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ലയണൽ മെസ്സി. അദ്ദേഹത്തെ അമിതമായി വിശ്വസിക്കുന്ന ബാക്കി 10 പേർ. അതാണ് അർജൻറ്റീന ടീം. എപ്പോഴും മെസ്സിക്ക് ബോൾ നൽകുക, മെസ്സിയിലൂടെ കളി സ്വന്തമാക്കുക. ഇതാണ് ശരിക്കും അർജൻറ്റീനിയൻ തന്ത്രം. അവർക്ക് അതിന് അനുയോജ്യമായ ഒരു കോച്ചും സ്കലോണിയെ സംബന്ധിച്ചിടത്തോളം സ്കലോണി ഈ ലയണൽ സ്കലോണിയും ലയണൽ മെസ്സിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത് കൃത്യമായി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുതൽ. മാത്രമല്ല അവരുടെ ടീമിൽ നമ്മൾ നോക്കിയാൽ ആരെയാണ് ഇപ്പോൾ പകരക്കാരനായി ഇറങ്ങുന്നവർ, ബെഞ്ചിലിരിക്കുന്നവരും സ്ട്രെങ്ത് അതുപോലെ തന്നെയാണ്. ഈ 11 പേരെ പോലെ കളിക്കാൻ കഴിവുള്ള 11 പേർ ബെഞ്ചിലിരിക്കുന്നു. അതാണ് അർജൻറ്റീനയുടെ മറ്റൊരു കൈമുതൽ. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അറിയാം 4 പേരെയാണ് ഹാഫ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഇറക്കി. തീർച്ചയായിട്ടും അല്ല, അതാണ് ബി പ്ലാൻ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം. അതാണ് സ്കലോണിക്ക് അങ്ങനെയുണ്ട്. മാത്രമല്ല ബാക്കിയുള്ളവരെ പോലെ വളരെ ആവേശം കാണിക്കാത്ത ഒരു കോച്ചാണ് സ്കലോണി. നമ്മൾ സ്കലോണിയെ ഡഗ്ഔട്ടിൽ കണ്ടാൽ അറിയാം, സ്കലോണിക്ക് ഒരു ആവേശവുമില്ല. ഗോളടിച്ചാലും ജസ്റ്റ് ഒരു അക്നോളജ്മെൻറ്റ് മാത്രം. അത് അങ്ങനെ കളിയെ വിലയിരുത്തുന്ന ഒരു കോച്ചാണ് സ്കലോണി. ആ സ്കലോണിയുടെ തന്ത്രവും മെസ്സിയുടെ മികവുമാകുമ്പോൾ അർജൻറ്റീന എന്തായാലും മുൻപിൽ നിൽക്കുന്നു. മറുഭാഗത്ത് സ്പെയിൻ ആകട്ടെ, സ്പെയിൻ നമുക്കറിയാം ലോക ഫുട്ബോളിൽ തനതായ ഒരു ശൈലി കൊണ്ടുവന്ന ടീമാണ് സ്പെയിൻ, ടിക്കി ടാക്ക എന്ന്. ഇന്നും അവർ അതിൻ്റെ നിഴലിൽ കളിക്കുന്നു. ചെറിയ കുറിയ പാസുകളുമായി വളരെ വേഗം കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന. പക്ഷേ ഫുട്ബോൾ ആരാധകർക്ക് പോലും അറിയില്ല ടിക്കി ടാക്ക് എന്ന് പറയുന്നത് അറിയില്ല. കുറുകിയ പാസുകൾ ഉപയോഗിച്ച് മത്സരത്തെ എതിർ ടീമിനെ കബളിപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ള ഒരു, എന്നിട്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക. നമ്മൾ ഇവിടെ 2 പേരെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഒന്ന് 39 വയസ്സുകാരനായ മെസ്സി, ജനറേഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോലെ അല്ലേ. മറുഭാഗത്ത് 19 വയസ്സുകാരനായ യമാൽ. ഇവർ 2 പേർ തമ്മിലുള്ള ഒരു താരതമ്യം നമുക്കറിയാം. യമാല് പണ്ട് കൊച്ചിലെ യമാലിനെ എടുക്കുന്ന മെസ്സിയെ വൈറലായി ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ യമാൽ ഇന്ന് നേർക്കുനേർ തൻ്റെ ആരാധ്യ പുരുഷനുമായി കളിക്കുന്നു. യമാലിന് എന്ത് ചെയ്യാൻ പറ്റും? യമാലിൻ്റെ വൈഭവം നമ്മൾ കണ്ടതാണ്. ഈ ലോകകപ്പിൽ അദ്ദേഹം ഇനി വരുന്ന ലോകകപ്പിലൊക്കെ താൻ ഒരു താരമായി മാറും എന്ന് ഗ്ലിംസസ് കാട്ടിത്തന്ന ഒരു മത്സരം കൂടിയാണ് ഈ ലോകകപ്പ്. അങ്ങനെയുള്ള ലോകകപ്പിൽ ഒരുപാട് താരങ്ങളുണ്ട്. അതുപോലെ തന്നെ കുബറാസി എന്ന 19-കാരനായ ഡിഫൻഡർ സ്പെയിനിലെ, കുർക്കുറേല, ഒരുപാട് പേരുടെ, ഇപ്പോൾ 11 പേരുടെ പേര് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഫുട്ബോൾ വിരുന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിഹാസ താരങ്ങൾ ഏറ്റുമുട്ടുന്നു. ഇതിൽ ചേട്ടൻ സൂചിപ്പിച്ച പോലെ ഒരു യുവത്വവും ക്ലബ് ഫുട്ബോളും കളിച്ച് മുന്നേറുന്ന സ്പാനിഷ് ടീം, മറ്റത് രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം കളിച്ച് ലോകകപ്പിൻ്റെ പരിചയമുള്ള അർജൻറ്റീന. അതിലൊരു ദിവസം വയസ്സന്മാരെന്ന് പറയുന്നത് ശരിയല്ല, എങ്കിൽ പോലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ യുവത്വത്തിന് അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന ടീമാണ്. ഇവിടെ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും ട്രിക്കുകളും സ്ട്രാറ്റജിക്കും അപ്പുറത്തേക്ക് വരുന്ന ഒരു വ്യക്തിഗത മികവ് കൂടി നമുക്ക് പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ജനിച്ചു നമ്മുടെ പ്രധാനപ്പെട്ട മെസ്സിഹ എന്ന മെസ്സി. പക്ഷെ അദ്ദേഹം കളിച്ചത് മുഴുവൻ എവിടെയാണ്? കളിച്ചത് മുഴുവൻ സ്പെയിനിലാണ്. അങ്ങനെ ഒരു സ്പെയിനിൽ കളിയുടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി മെസ്സിക്കുണ്ട്. അങ്ങനെയുള്ള രാജ്യത്തെയാണ് ഇന്ന് ഫൈനലിൽ നേരിടുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ലോകകപ്പിൽ അവസാനത്തെ 10 മിനിറ്റ് താൻ എത്രമാത്രം അപകടകാരിയാണെന്ന് കാണിച്ചു തന്ന 3 മത്സരങ്ങൾ മുന്നിലുണ്ട്. ആ 3 മത്സരങ്ങൾ ഈജിപ്തിനെതിരെ, അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിനെതിരെ അവസാന സെമി ഫൈനൽ മത്സരം. ഈ മത്സരങ്ങളിലെല്ലാം തൻ്റെ വൈഭവം പുറത്ത് കാട്ടിയ, താൻ ഗോളടിച്ചില്ലെങ്കിൽ താൻ ഗോൾ അടിപ്പിക്കും എന്ന് കാട്ടിത്തന്ന ഒരു മെസ്സിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിലയിരുത്താൻ ഇന്ന് ഒരു കോച്ചിനും അല്ലെങ്കിൽ ഒരു AI-ക്കോ അല്ലെങ്കിൽ ഒന്നിനും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏത് സമയം അദ്ദേഹം അപകടകാരിയെ, നമ്മൾ ഒരൊറ്റ ഗോള് കണ്ടാൽ മതി. സെമി ഫൈനലിൽ മാർട്ടിനസ് നേടിയ ആ ഹെഡർ ഗോൾ, അത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ് മികവ് തെളിയിക്കാൻ. അങ്ങനെ ഗോൾ അടിച്ചെങ്കിൽ ഗോൾ അടിച്ചില്ലെങ്കിൽ ഗോൾ അടിപ്പിക്കുന്ന മെസ്സി,
കളി ജയിപ്പിക്കുന്ന മെസ്സി, അതാണ് അർജൻറ്റീനയ്ക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ഒരു 50-50 ഞാൻ കൊടുക്കുന്ന. യെസ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ. കാരണം ഇരു ടീമുകളും മികച്ച പെർഫോമൻസ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ ഓരോ രാജ്യക്കാർക്ക് അല്ലെങ്കിൽ ക്ലബ് ഫുട്ബോളിൻ്റെ ഒരു മാധുര്യം അടങ്ങിയ സ്പാനിഷ് ടീമും അല്ലെങ്കിൽ സ്പെയിനും അർജൻറ്റീനയ്ക്ക് ലോകകപ്പ് കളിച്ചതിൻ്റെ ഒരു പാരമ്പര്യവും ഉള്ളതുകൊണ്ട് ഇഞ്ചോടിഞ്ചൊരു പോരാട്ടമായിരിക്കും ഇന്ന് രാത്രി 12:30 കാണാൻ കഴിയുക. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആരാധകർ. എന്തായാലും 3 രാജ്യങ്ങളിലെ 16 വേദികൾ, 48 ടീമുകൾ, 104 മത്സരങ്ങൾ, ഒരു മാസത്തിലേറെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഫുട്ബോൾ ലോകം ഒറ്റ മത്സരത്തിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. കലാശ പോരാട്ടത്തിൽ സ്പെയിൻ അർജന്റീന ക്ലാസിക് പോരാട്ടം കാണുവാനുള്ള തിടുക്കത്തിലാണ് ആരാധകർ. കാത്തിരിക്കാം രാത്രി 12:30 വരെ.